ദിവ്യശിശുവിന്റെ സന്ദർശനം. മഞ്ഞുമൂടിയ കുന്നുകൾക്കിടയിലെ ഒരു ചെറിയ ഗ്രാമം. ക്രിസ്തുമസിനായി എല്ലാ വീടുകളും അലങ്കൃതമായി. നല്ല ഭക്ഷണത്തിന്റെ സുഗന്ധം വഴികളിൽ പടർന്നു നിന്നിരുന്നു. കുടുംബങ്ങൾ ഒന്നുചേർന്ന് ആ ഗ്രാമത്തിലെ വഴികളും അലങ്കരിച്ചിരുന്നു. എങ്ങും സന്തോഷം. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ മേരി എന്ന വയസ്സായ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ദയ നിറഞ്ഞ ആ സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഗ്രാമത്തിന്റെ ക്രിസ്തുമസ് ഒരുക്കങ്ങളിൽ ഒന്നും പങ്കുചേരാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവളുടെ ചെറിയ കുടിലിൽ ചൂട് നൽകാൻ വെറുതെ കുറവായിരുന്നു. അവളുടെ ഭക്ഷണമേശയിൽ പലപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഭക്തയായ ആ സ്ത്രീ ഓരോ രാത്രിയിലും ലളിതമായി ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. യേശുവേ, എന്റെ വീട്ടിലേക്ക് കടന്നു വരണമേ എന്ന്. അതിശൈത്യമുള്ള ഒരു രാത്രിയിൽ ചെറിയ തീക്കനലുകളുടെ വെളിച്ചത്തിൽ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ ചെറിയൊരു മുട്ടൽ അവൾ കേട്ടു. വാതിൽ തുറന്നപ്പോൾ ചെറിയൊരു കുട്ടി വാതിൽക്കൽ നിൽക്കുന്നത് അവൾ കണ്ടു. ലളിതമായ വസ്ത്രം ധരിക്കുന്ന അവന്റെ കാലുകളിൽ ചെളിയുണ്ടായിരുന്നു. വെറും കൈയോടെയാണ് അവൻ വന്നിരുന്നത്. പക്ഷേ അവന്റെ മുഖത്ത് അസാധാരണമായ ഒരു പ്രകാശവും ശാലീനതയും ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നിവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് ആ കുട്ടി ചോദിച്ചു. മേരി സന്തോഷത്തോടെ അവനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അവളുടെ ഊട്ടുമേശയിൽ ബാക്കിയുണ്ടായിരുന്ന ബ്രെഡ് അവൾ ആ കുട്ടിക്ക് നൽകി. താൻ പുതച്ചിരുന്ന കീറിയ പുതപ്പ് കുട്ടിയുടെ ദേഹത്ത് പുതപ്പിച്ച് കൽക്കരിത്തിയുടെ മുന്നിലിരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടി പ്രായമായ ആ സ്ത്രീയുടെ ഏകാന്തതയും ഭയങ്ങളും ദാരിദ്ര്യവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ വാക്കും ആ കുട്ടി അനുകമ്പയോടെ കേട്ടു. നേരം വെളുക്കാറായപ്പോൾ കുട്ടി പോകാനായി എഴുന്നേറ്റു. നിന്റെ കാരുണ്യത്തിന് നന്ദി. ഈ വീട് ഇനി ഒരിക്കലും ശൂന്യമാവുകയില്ല എന്ന് കുട്ടി മേരിയോട് പറഞ്ഞു. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീടാകെ തേജസ്സുള്ള ഒരു വെളിച്ചം കൊണ്ട് നിറഞ്ഞു. മേരി കണ്ണുകൾ അടച്ച് വീണ്ടും കണ്ണുകൾ തുറന്നപ്പോൾ കുട്ടിയെ അവിടെ കാണാനില്ല. കുട്ടി നിന്നിരുന്ന സ്ഥലത്ത് ഒരു ദിവ്യപ്രകാശം കണ്ടു. അത് ഈശോ തന്നെയായിരുന്നു. പ്രകാശം അല്പം കുറഞ്ഞെങ്കിലും അവന്റെ സാന്നിധ്യത്തിന്റെ ഊഷ്മളത അവിടെ നിറഞ്ഞു നിന്നിരുന്നു. രാവിലെ അയൽപ്പക്കക്കാർ അവളെ സന്ദർശിച്ചപ്പോൾ വീട്ടിൽ ഒരു അത്ഭുത പ്രകാശം നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. അവളുടെ ബ്രെഡിന്റെ കുട്ട നിറഞ്ഞിരിക്കുന്നു. അടുക്കളയിൽ വിറകിന്റെ കൂമ്പാരം. മേരിയുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു. ആ ദിവസം മുതൽ ഗ്രാമം ദിവ്യശിശുവിന്റെ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഏകാന്തത അനുഭവിക്കുന്നവരെയും ദരിദ്രരെയും ഒറ്റപ്പെടുന്നവരെയും സന്ദർശിച്ച് അവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന ഉണ്ണീശോയെ കുറിച്ച് അവർ വാഴ്ത്താൻ തുടങ്ങി. ക്രിസ്തുമസിന്റെ ആഴമുള്ള സത്യത്തിലേക്ക് ഈ കഥ നമ്മെ നയിക്കുന്നു. സാധാരണക്കാരിലും നിസ്സാര സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന്റെ സന്ദർശനം നമുക്ക് പ്രതീക്ഷിക്കാം. ദിവ്യശിശു മേരി സന്ദർശിച്ച പോലെ ഇന്ന് നമ്മയും സന്ദർശിക്കുന്നു. കരുണ തേടുന്ന ഒരു മനുഷ്യനിൽ, പ്രോത്സാഹനത്തിന് കാതോർക്കുന്ന ഒരു അയൽക്കാരനിൽ, കുടുംബത്തിൽ അവഗണിക്കപ്പെടുന്ന ഒരാളിൽ, ദരിദ്രരിലും രോഗികളിലും ഏകാന്തത അനുഭവിക്കുന്നവരിലും കുട്ടിക്ക് നൽകാൻ അധികമൊന്നും മേരിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഉണ്ടായിരുന്നതെല്ലാം അവൾ സ്നേഹത്തോടെ നൽകി. അവളുടെ കൂടെ ക്രിസ്തു എപ്പോഴും ഉണ്ടായിരുന്നു. പ്രിയ കുട്ടികളെ, ഈ കഥ നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. യേശു വരുന്ന വഴികളിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? മറ്റുള്ളവരിൽ യേശുവിനെ ഞാൻ കാണുന്നുണ്ടോ? എനിക്കുള്ളത് മറ്റുള്ളവരുമായി ഞാൻ സ്നേഹത്തോടെ പങ്കിടുന്നുണ്ടോ? ആവശ്യത്തിൽ ഇരിക്കുന്നവരിലും ആലംബഹീനരിലും ചെറിയവരിലും ക്രിസ്തുവിനെ കാണുക എന്നതാണ് ക്രിസ്തുമസിന്റെ അത്ഭുതം. ഉണ്ണീശോ ഇന്നും നമ്മെ സന്ദർശിക്കുന്നു. നമ്മുടെ ഹൃദയം സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോൾ അവൻ ശൂന്യതയെ സമൃദ്ധിയാക്കുന്നു, ഏകാന്തതയെ സന്തോഷമാക്കുന്നു. ചെറിയ കാരുണ്യ പ്രവർത്തികളെ ദൈവം സാന്നിധ്യത്തിന്റെ അവസരങ്ങളാക്കുന്നു. നന്ദി.